കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും സൊല്യൂബിലിറ്റി. നോക്കിക്കോളൂ, അതായത് നമ്മൾ സോലുബിലിറ്റി എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിനകത്ത് എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നു അതായിരിക്കും അതിൻ്റെ സോലുബിലിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനൊരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര ഇടുന്നു, നല്ലതായിട്ട് ഇളക്കുന്നു, അത് അതിനകത്ത് ഇളകി അതൊരു സൊല്യൂഷനായിട്ട് മാറി. ഞാൻ ഒരു ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, മധുരം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, രണ്ടാമത് അതേ ഗ്ലാസ്സിനകത്ത് തന്നെ വീണ്ടും 1 സ്പൂൺ കൂടി ഇട്ടു, ഞാൻ ഇളക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മധുരം എനിക്ക് അനുഭവപ്പെട്ടു. വീണ്ടും അതേ ഗ്ലാസ്സിനകത്ത് തന്നെ വീണ്ടും ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു, ഇളക്കി വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് നാക്കെ വെക്കാൻ പറ്റാത്ത രീതിയിൽ, മത്ത് പിടിക്കുന്ന രീതിയിൽ എനിക്ക് ആ മധുരം അനുഭവപ്പെട്ടു. അപ്പം ഓരോ തവണ നിങ്ങൾ എന്താ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായ എന്താ, എന്തുകൊണ്ടാണ് മൂന്നാമത്തെ തവണ ആഡ് ചെയ്തപ്പോൾ എനിക്ക് നാക്കെ വെക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ കോൺസെൻട്രേഷൻ കൂടി, അതായത് കൂടുതൽ പഞ്ചസാര അതിനകത്ത് സോലുബിളായി. അങ്ങനെയാണെങ്കിൽ സോലുബിലിറ്റിനെയും കോൺസെൻട്രേഷനെയും നമുക്ക് ഒന്നായിട്ട് സങ്കല്പിച്ച് വേണം ഈ ചാപ്റ്ററിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓർത്തോണം, സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എത്രത്തോളം സൊല്യൂട്ട് ആയിരിക്കും. എത്രത്തോളം സൊല്യൂട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ സോലുബിലിറ്റിയും കോൺസെൻട്രേഷനെയും നമ്മൾ ഒരേ കൺസെപ്റ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോയിൻ്റെ 2 അറ്റങ്ങളായിട്ട് വേണം എടുക്കാൻ. ഒരേപോലെ സോലുബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് സോലുബിലിറ്റി കൂടി എന്നർത്ഥം. അപ്പം എപ്പോഴും അത് ആലോചിച്ച് വേണം ചെയ്യാൻ. അപ്പം സോലുബിലിറ്റിയെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം amount it is the maximum amount of substance that can be dissolved in a fixed amount of solvent at given temperature. അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ എത്രത്തോളം സൊല്യൂട്ടിനെ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു 1 ഗ്ലാസ് വെള്ളമായിരുന്നു എടുത്തത്, അത് 3 സ്പൂൺ പഞ്ചസാര ഇട്ടപ്പോഴും ഞാൻ ആ 1 ഗ്ലാസിൻ്റെ ആ വെള്ളത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എമൗണ്ടിന് ഞാൻ വ്യത്യാസം വരുത്തിയിട്ടില്ല, അത് ഫിക്സ്ഡ് ചെയ്ത് വെച്ചു. അപ്പം അതിനകത്ത് നമ്മൾ സൊല്യൂട്ട് കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോലുബിലിറ്റി കൂടിയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ആയി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരിക്കും ഈ പഞ്ചസാര എടുത്ത് വെള്ളത്തിനകത്ത് കലക്കുന്ന സമയത്ത് മോളിക്കുലാർ ലെവലിൽ നമുക്ക് കാണാൻ പറ്റാത്ത 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്ന സമയത്ത് ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രോസസ്സ് ഞാൻ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോസസ്സൊക്കെ നടക്കുമോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പം അറ്റ് മോളിക്കുലാർ ലെവൽ two process takes place. ഒന്നെന്ന് എഴുതിയിട്ട് ഡിസൊല്യൂഷൻ, രണ്ടെന്ന് എഴുതിയിട്ട് ക്രിസ്റ്റലൈസേഷൻ, ഡിസൊല്യൂഷനും ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, എന്നിട്ട് എഴുതുക ഡിസൊല്യൂഷന് ഹെഡിങ് കൊടുക്കുക, ഡിസൊല്യൂഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a solid solute is added to solvent solute dissolves and its concentration increases. നമുക്കറിയാലോ, അതായത് ഒരു സോളിഡ് സൊല്യൂട്ടിനെ സോൾവെന്റിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഓക്കെ ആണല്ലോ. This process is known as
known as dissolution. Dissolution. അടുത്തത് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് അറിയാമോ? അത് ഓർത്തോണം. ഈ പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഒരു തോന്നലുണ്ടാകുന്നത്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ്, നിങ്ങൾ പഞ്ചസാര എടുത്തിട്ട് ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നേരം കിടന്ന് ഇളക്കിയെന്ന് പറഞ്ഞാലും അതിനകത്തെ കുറച്ച് പഞ്ചസാര എന്ത് ചെയ്യും? അതിനകത്ത് അലിയാതെ കിടക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് അലിയാതെ കിടക്കുന്നതല്ല, അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ ചില സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, സൊല്യൂഷനകത്തുള്ള ചില സൊല്യൂട്ട് മോളിക്കുലാർ ലെവലിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിളുമായിട്ട് ചെന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ആ ഡൈല്യൂട്ട് ആയിട്ടുള്ള സാധനം തിരിച്ച് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങില്ല. അതിനെ ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഒന്നുമില്ലടേ. നമ്മൾ ഈ ഉപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിൽ ഒരു ഏരിയ ഉണ്ട്. അതായത് ഉപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ. അപ്പോൾ കടലിനകത്തൂടെ നമുക്ക് ഉപ്പുപാടം, നമുക്കിപ്പോൾ ഇവിടെ നെൽപ്പാടം ഉള്ള പോലെ തന്നെ അവിടെ ഉപ്പുപാടമാണ്. അപ്പം കടലിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും? ഒരു ഉപ്പുപാടത്തോട്ട് കയറ്റി വിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരമ്പൊക്കെ ഉണ്ട്. ആ വരമ്പിനിടയ്ക്ക് എന്ത് ചെയ്യും? ഉപ്പുവെള്ളത്തെ കെട്ടി നിർത്തും. എന്നിട്ട് അവിടെ ക്രിസ്റ്റലൈസാണ് ചെയ്യുന്നത്. സോലുബിളായിട്ട് കിടക്കുന്ന സോൾട്ട് മോളിക്യൂൾസിനെ എന്തായിട്ട് മാറ്റുക? സോലുബിളായിട്ട് കിടക്കുന്നതിനെ സോളിഡ് ആക്കി മാറ്റുക. എന്ത് പ്രോസസ്സ് വെച്ചിട്ടാണ്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയോളൂ. സം സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ സൊല്യൂഷൻ. ആ സൊല്യൂഷനകത്തുള്ള ചില സൊല്യൂട്ട് പാർട്ടിക്കിൾ കൊളൈഡ് വിത്ത് സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾ and get separated out of solution. This process is called crystallization. നിങ്ങൾ ഒന്നും ഓർക്കണ്ട. ഈ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഓർത്താന്ന് അറിയോ? അതായത് ഇപ്പം ഉപ്പുവെള്ളം ഞാൻ എടുക്കുന്നു. ഉപ്പുവെള്ളത്തിന് ഞാൻ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അത് അതായത് പൊടിപ്പായിട്ട് മാറും. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഡ്രൈഡ്. അപ്പം അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ. അങ്ങനെ ഓർത്താലും മതി. ശരിക്കും അത് മോളിക്കുലാർ ലെവലിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ട് പാർട്ടികൾ എന്ത് ചെയ്യുന്നറിയാമോ? അതിനകത്ത് അലിയാതെ കിടക്കുന്ന സോളിഡ് സൊല്യൂട്ടുമായിട്ട് പോയിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആ അലിഞ്ഞ മോളിക്യൂൾസ് അതിൻ്റെ പുറത്തോട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് ഇറങ്ങി വരും എന്നുള്ളതാണ് അവിടെ മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ നടക്കും. അതുകൊണ്ടാണ് അതിനെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതൊന്നും വലിയ കാതലായിട്ടുള്ള കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഇവിടെ സൊല്യൂട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എഴുതാം. സൊല്യൂട്ട് സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ട് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഡിസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ അവിടെ സൊല്യൂഷൻ ഉണ്ടായി. എന്നാൽ ഇനി സൊല്യൂഷനെ തിരിച്ച് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് സൊല്യൂട്ടും സോൾവെൻറ്റും ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് ക്രിസ്റ്റലൈസേഷൻ ആണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ? രണ്ടില്ല കേട്ടോ. ക്രിസ്റ്റലൈസേഷൻ. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഞാൻ നേരത്തെ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞ പോലെ വീണ്ടും ഒന്ന് പഞ്ചസാര എടുക്കുകയാണ്. ഞാൻ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. അതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നു, ഇളക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഇളകുന്നു. ചെറിയ തോതിൽ ഇളകാതെ കിടക്കും, അവിടെ കിടക്കട്ടെ. വീണ്ടും നിങ്ങൾ അതേ ഗ്ലാസ്സിനകത്ത് തന്നെ വീണ്ടും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുന്നു, മിക്സ് ചെയ്യുന്നു. അതും ഡൈല്യൂട്ട് ആയി പോകുന്നു, അല്ലെങ്കിൽ ഡൈല്യൂട്ട് മീൻസ് സോല്യൂബിൾ ആയി പോകുന്നു. വീണ്ടും അതേ ഗ്ലാസ്സിനകത്ത് തന്നെ വീണ്ടും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുന്നു, അതും മിക്സ് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് സോല്യൂബിൾ ആവുന്നു. വീണ്ടും അതേ ഗ്ലാസ്സിനകത്ത് തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്പൂൺ പഞ്ചസാരയുടെ കുറച്ച് വല്ലതും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിനകത്ത് ഡിസോൾവ് ആകത്തുള്ളൂ. ബാക്കിയുള്ളത് തരിയായിട്ട് തന്നെ അതിനകത്ത് കിടക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത് സാച്ചുറേറ്റഡ് ആയിന്നാണ്. അതായത് വെള്ളത്തിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിന് അലിയിക്കാൻ പറ്റിയ
ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഏബിൾ ടു ഡിസോൾവ് ഇൻ ദാറ്റ് സൊല്യൂഷൻ ഫർദർ. ഇനി ഒരു തുള്ളി സൊല്യൂട്ടിനെ പോലും അലിയിക്കാനുള്ള കഴിവ് അതിനില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതിനെപ്പറ്റി എഴുതാം. നോക്കിയോളൂ. എ സൊല്യൂഷൻ in which no more solute can be able to dissolve at same temperature and pressure. So solution in which no more solute can be able to dissolve at same temperature and pressure is called saturated solution. Is called saturated solution. ഇനി താഴോട്ട് എഴുതുക. solubility can also be defined as the concentration of solute in a solvent. ഓക്കെ ആണല്ലോ? അടുത്തത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. A solution in which more solute can be dissolved at same temperature and pressure. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര കലക്കിയപ്പോൾ അതിനകത്ത് വീണ്ടും എന്താണ്, ഒരു സ്പൂൺ പഞ്ചസാര കലക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടായ സൊല്യൂഷൻ ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. വീണ്ടും ഒരു സ്പൂൺ കൂടെ ഒഴിച്ചു, ഇളക്കി, അപ്പോഴും അതൊരു അൺസാച്ചുറേറ്റഡ് ആണ്. കാരണം എന്താ, മൂന്നാമത് ഒരു സ്പൂൺ കൂടിയിട്ട് ഇളക്കാൻ പറ്റും, അതായത് ഡിസോൾവ് ആക്കാൻ പറ്റുമായിരുന്നു. അപ്പം അതിനെ വീണ്ടും എന്താണ് പറയുന്നത്, അതിനെ പറയുന്നത് എന്താണ്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ തന്നെയാണ് പറയുന്നത്. നാലാമത്തെ സ്പൂൺ ഒഴിച്ചപ്പോഴാണ് അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, no more solute are എന്താണ് able to dissolve further at same temperature and pressure. Unsaturated എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ സൊല്യൂട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ സോലുബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോലുബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് സോലുബിലിറ്റി എന്താണ്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിനകത്ത് എത്രത്തോളം സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ, അതാണ് അതിൻ്റെ സോലുബിലിറ്റി. ആ വാട്ടർ സോലുബിൾ ആവുന്ന സമയത്തും ആ സോലുബിൾ ആയിട്ടുള്ള സാധനത്തിനെ തിരിച്ച് സൊല്യൂട്ടും അതേപോലെ തന്നെ സോൾവെൻറ്റും ആക്കുന്ന സമയത്തും രണ്ട് പ്രോസസ്സ് മോളിക്കുലാർ ലെവലിൽ നടക്കുന്നുണ്ട്. ഒന്ന് ഡിസൊല്യൂഷനും ഒന്ന് ക്രിസ്റ്റലൈസേഷനും. ആ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സോളിഡ് സൊല്യൂട്ട് സോൾവെന്റിനകത്തോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നു, ആ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അതിലെ കൂടുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, തിരിച്ച്, അതായത് നമ്മൾ ആ ഇളകിയ, അതായത് ഡിസോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ മിക്സ് ആയിട്ടുള്ള ആ സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ സൊല്യൂട്ടിനെ അവിടെ മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്സ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആയി കിടക്കുന്ന വെള്ളത്തിൽ സോല്യൂബിൾ ആയി കിടക്കുന്ന സൊല്യൂട്ട് മോളിക്യൂൾസെ പോയിട്ട് ഈ സോല്യൂബിൾ അല്ലാതെ കിടക്കുന്ന സൊല്യൂട്ട് പാർട്ടികൾ പോയിട്ട് ഇടിച്ചിട്ട് അതിനെ കൂടെ എന്ത് ചെയ്യും, ആ സൊല്യൂഷൻ്റെ പുറത്ത് ചാടിക്കും. അപ്പം
അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അതും അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി കംപ്ലീറ്റ് ഡൈല്യൂട്ടായി, ഒരു സോലുബിളായി. വീണ്ടും ഒരു സ്പൂൺ ഇട്ടു, അതും കംപ്ലീറ്റ് സോലുബിളായി. വീണ്ടും ഒരു സ്പൂൺ ഇട്ടു, അതും കംപ്ലീറ്റ് സോലുബിളായി. നാലാമതൊരു സ്പൂൺ ഇടുന്ന സമയത്ത് അത് സോലുബിൾ ആവത്തില്ല എങ്കിൽ അതിനെ നമ്മൾ അപ്പോൾ ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി എന്നർത്ഥം. ഓക്കെ. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചപ്പോഴും 2 സ്പൂൺ ഒഴിച്ചപ്പോഴും 3-ാമത്തെ സ്പൂൺ ഒഴിച്ചപ്പോഴും അവിടെ എന്തായിരുന്നു, അവിടെ കൂടുതൽ സൊല്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാൻ പാകത്തിനായിരുന്നു ആ സോൾവെന്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ 1-ാമത്തെ സ്പൂൺ ഒഴിക്കുമ്പോഴും ഇത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്, 2 ഒഴിക്കുമ്പോഴും 3 ഒഴിക്കുമ്പോഴും അൺസാച്ചുറേറ്റഡ് ആണ്. 4-ാമത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോൾ, നമ്മൾ ഇന്നലെ 9 ടൈപ്പ് സൊല്യൂഷനെ പറ്റിയാണ് പഠിച്ചത്. അതായത് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ സോളിഡ്, ഗ്യാസ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ ഗ്യാസ്. അതേപോലെ തന്നെ സോളിഡ് ഇൻ സോളിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ഗ്യാസ്. ഇങ്ങനെ 9 എണ്ണമാണ് പഠിച്ചത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 സൊല്യൂഷനാണ്. ഒന്ന് ഗ്യാസ് ഇൻ ലിക്വിഡും ഒന്ന് സോളിഡ് ഇൻ ലിക്വിഡും. ഈ 2 സംഭവങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഹെഡിങ് എഴുതുക. ഇപ്പോൾ ജോയിൻ ചെയ്തവർ എനിക്ക് തോന്നുന്നൊരു 1.5 പേജ്, വലിയ ബുക്കാണെങ്കിൽ 1 പേജും ചെറിയ ബുക്കാണെങ്കിൽ ഒരു 1.5 പേജും വിടുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് ബാക്കി എഴുതുക. സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് വേണ്ട. നമുക്ക് പഠിക്കാനുള്ള 2 സൊല്യൂഷനിൽ ഒരു സൊല്യൂഷനാണ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനും ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ സൊല്യൂട്ട് എന്താ? ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ് ആണ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിക്വിഡ് ആണ് ഈ കേസിൽ, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂട്ട്, സോളിഡ് സൊല്യൂട്ട് ലിക്വിഡ് സോൾവെന്റിനകത്ത് അലിയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അടുത്ത ഹെഡിങ് എഴുതാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് solubility of solid in liquid. Factors affecting solubility of solid in liquid. അതിൽ 1 എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആണ്. 1 എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആണ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആണ്. അതായത് സൊല്യൂട്ടിന്റെ സോൾവെന്റിന്റെ നേച്ചർ മാറുന്നതനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുക, NaCl എടുക്കുകയാണ്. NaCl എടുത്തിട്ട് ബെൻസീൻ സോൾവെന്റ് ആയിട്ട് എടുത്തിട്ട് NaCl എടുത്തിട്ട് ബെൻസീനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ NaCl ബെൻസീനകത്ത് ഡിസോൾവ് ആകത്തില്ല. അതിങ്ങനെ തരിയായിട്ട് അതിനകത്ത് കിടക്കും. ഓക്കെ. NaCl മീൻസ് ഉപ്പ്. ഓക്കെ ആണല്ലോ? നേരെ മറിച്ച് NaCl എടുത്ത് വെള്ളത്തിനകത്ത് തൊട്ടിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡിസോൾവ് ആവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ NaCl എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ നേച്ചറും വാട്ടർ എന്ന് പറയുന്ന സോൾവെന്റിന്റെ നേച്ചറും സെയിം ആണ്. രണ്ടും പോളാറാണ്. പക്ഷേ ബെൻസീൻ പോളാർ അല്ല. അതുകൊണ്ടാണ് പോളാർ ആയിട്ടുള്ള NaClനെ ബെൻസീനകത്ത് ഒഴിച്ചപ്പോൾ എന്ത് ചെയ്യാത്തത്? അത് സോലുബിൾ ആകാഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പോളാർ സൊല്യൂട്ടിനെ പോളാർ സോൾവെന്റിനകത്തും നോൺ പോളാർ സൊല്യൂട്ടിനെ നോൺ പോളാർ സോൾവെന്റിനകത്തും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ പാറ്റാഗുളിക എടുത്തിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ ഇളകത്തില്ല. എന്നാൽ പാറ്റാഗുളിക എടുത്തിട്ട് ഞാൻ ബെൻസീനകത്തോ അല്ലെങ്കിൽ കെറസിനകത്തോ ഒക്കെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിപ്പോകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടും നോൺ പോളാറാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇതിൻ്റെ താഴോട്ട് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റിന്റെ താഴോട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. പോളാർ സൊല്യൂട്ട് dissolve polar solute dissolve in polar solvent and non-polar solute dissolve in non-polar solvent.
കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാം, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയാൻ പറ്റും. അതായത് ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഒരേപോലുള്ള ആൾക്കാർ ഒരേപോലുള്ള ആളിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോൾട്ട് എന്ന് പറയുന്നത് പോളാർ സൊല്യൂട്ടാണ്. വാട്ടർ എന്ന് പറയുന്നത് പോളാർ സോൾവെൻ്റ് ആണ്. ഇത് രണ്ടും ഡിസോൾവ് ചെയ്യും. എന്നാൽ സോൾട്ട് ഒരു പോളാർ സോൾവെൻ്റ് ആണ്, പോളാറാണ്. ബെൻസീന് ഒരു പോളാർ സൊല്യൂട്ട്. ബെൻസീൻ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ സോൾവെൻ്റ് ആണ്. ഇത് ഒരിക്കലും എന്ത് ചെയ്തില്ല, നോട്ട് ഡിസോൾവ്. എന്നാൽ ബെൻസീനും നാഫ്തലീനും എടുത്തു കഴിഞ്ഞാൽ, അതായത് നാഫ്തലീൻ നോൺ പോളാർ സൊല്യൂട്ടാണ്. ബെൻസീന് നോൺ പോളാർ സോൾവെൻ്റ് ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യും, ഇത് രണ്ടും ഡിസോൾവ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്ന കേട്ടോ, അത് പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതായിരുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലായി, സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചർ മാറുന്നതിനനുസരിച്ച് ആ സോലുബിലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് ഒന്നാമത്തെ പോയിന്റ് ഇട്ടാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ ഇട്ട് എഴുതാൻ പോവാണ്. രണ്ടാമത്തെ നമ്പർ അത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സൊല്യൂട്ട് അതിൻ്റെ സോൾവെൻറ്റിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്ന് വിചാരിക്കാം. അതായത് ഏതെങ്കിലും എഴുതല്ലേ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുകയാണ്. ഒരു സൊല്യൂട്ടിനെ ഞാൻ ഒരു സോൾവെൻറ്റിനകത്തോട്ട് ആഡ് ചെയ്തു. ഈ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് ഈ സൊല്യൂട്ട് സോൾവെൻറ്റിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഹീറ്റ് കൊടുക്കണം. അതാണ് എൻഡോതെർമിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടുവാണെങ്കിൽ കൂടുതൽ സോലുബിലിറ്റി നടക്കും. ശരിയല്ലേ? ഓൾറെഡി അവിടെ സൊല്യൂട്ട് സോൾവെൻറ്റിനകത്ത് മിക്സ് ആകണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എൻഡോതെർമിക് ആണ്, അകത്തോട്ട് അത് ടെമ്പറേച്ചർ വലിച്ചെടുത്തിട്ടാണ് സൊല്യൂട്ടിനെ എന്ത് ചെയ്യുന്നത്, സോൾബിൾ ആക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ കൂടുതൽ വെളിയിൽ നിന്ന് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അവിടെ സോലുബിലിറ്റി കൂടും. ഉദാഹരണം, നമ്മൾ സർബത്ത് ഉണ്ടാക്കത്തില്ലേ, സർബത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടായ സംഭവമല്ലേ. പണ്ടൊക്കെ നമ്മൾ സർബത്ത് എന്നാണ് പറയുന്നത്. സർബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, മലബാറിലുണ്ടായ ഒരു ഡ്രിങ്കാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചസാര എടുത്ത് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് പഞ്ചസാര അടുപ്പത്ത് വെച്ച് ചൂടാക്കും. അല്ലെ, പഞ്ചസാര പാനി അടുപ്പത്ത് വെച്ച് ചൂടാവും. അപ്പം ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു കട്ടിയുള്ള ഒരു ലിക്വിഡായിട്ട് മാറും. അതിനെയാണ് നമ്മൾ സർബത്ത് എന്ന് പറയുന്നത്. മലബാറിലൊക്കെ അതിനകത്ത് കുറേ ആയുർവേദപരമായിട്ടുള്ള കുറച്ച് വേരുകളൊക്കെ ചേർക്കും. ഈ ശതാവരി കിഴങ്ങിൻ്റെ വേര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും. അപ്പം അത് നമുക്ക് ഇട്ട് കുടിക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ്. അപ്പം അത് ശരിക്കും നടക്കുന്നത് ഈ എൻഡോതെർമിക് റിയാക്ഷൻ വഴിയാണ്. അതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമുക്കൊരു 500 ഗ്രാം പഞ്ചസാര അലിയിക്കാൻ പറ്റത്തുള്ളെങ്കിൽ ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു 700 ഗ്രാം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അലിയിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നമുക്ക് നാരങ്ങാവെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നോർമൽ പഞ്ചസാര ഇടുന്നതിൻ്റെ അത്രയും പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല, അത്രയും സർബത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒഴിച്ചാൽ തന്നെ നല്ല മധുരമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഈ ടെമ്പറേച്ചർ സോല്യൂബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. വേറൊരു കേസ് കൂടെ പറയാം. സൊല്യൂട്ടിനെ സോൾവെൻറ്റിനകത്ത് മിക്സ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ എക്സോതെർമിക് ആണെന്ന് വിചാരിക്കാം. അതായത് ആ സൊല്യൂട്ടിനെ സോൾവെൻറ്റ് മിക്സ് അല്ലെങ്കിൽ സോലുബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ടെമ്പറേച്ചറിനെ റിലീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. എങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സോലുബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്.
അങ്ങനെയുള്ള റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും കുറച്ച് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കൂടും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂടിയാൽ അവിടുത്തെ സോലിബിലിറ്റി കുറയും. അപ്പോൾ അവിടെ സോലിബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ടെമ്പറേച്ചർ കുറഞ്ഞ് നിൽക്കണം. മനസ്സിലായിക്കോണം. എന്തെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പം ഇവിടെ എഴുതുക, ഈ ടെമ്പറേച്ചർ എഴുതിയിട്ട് എഴുതുക ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ if temperature increases solubility also increases, solubility also increases. അതായത് ടെമ്പറേച്ചർ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ എൻതാൽപ്പി ഗ്രേറ്റർ ദാൻ എൻതാൽപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇതൊക്കെ +1 പഠിക്കുക. എൻതാൽപ്പി എൻട്രോപ്പി ഒക്കെ അവിടെ പഠിച്ചാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനിയും അതേപോലെ തന്നെ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ അതായത് പുറത്തേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്ത് നടക്കുന്ന സോലിബിലിറ്റി റിയാക്ഷൻ ആണെങ്കിൽ അവിടെ എപ്പോഴും പുറത്തേക്ക് റിലീസ് ചെയ്താലേ ആ സോലിബിലിറ്റി നടക്കത്തുള്ളെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എപ്പോഴും കുറഞ്ഞ് നിൽക്കണം. അതായത് വെളിയിൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കാൻ പാടില്ല. ആ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറഞ്ഞ് നിന്നാൽ മാത്രമേ, അത് ടെമ്പറേച്ചർ കുറഞ്ഞാൽ മാത്രമേ സോലിബിലിറ്റി അവിടെ കൂടുകയുള്ളൂ. അപ്പോൾ അതും എഴുതുക. if temperature decreases only solubility increases. ഇവിടെ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ അഫക്റ്റ് ചെയ്യുന്നത് പ്രഷറാണ്. പക്ഷേ ഈ ഒരു സോളിഡ് സൊല്യൂട്ട് ലിക്വിഡ് സോൾവെന്റിനകത്ത് മിക്സ് ചെയ്യുന്നതിനകത്ത് പ്രഷറിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. കാരണം എന്താ, പ്രഷർ കൂട്ടിയാലും കുറഞ്ഞാലും ഇപ്പം ഞാൻ 180 പ്രഷറാണ് ഇപ്പോൾ അറ്റ്മോസ്ഫിയറിനുള്ളത് ഇല്ലേ. ഞാൻ പ്രഷർ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. എപ്പോഴാണ്? ഞാൻ പഞ്ചസാരയെ വെള്ളത്തിനകത്ത് അലിയിക്കുന്ന സമയത്ത് ഞാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറച്ചുകൂടെ കൂട്ടുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിലുള്ള പ്രഷർ കൂട്ടുകയാണ്. അപ്പോൾ കൂടുതൽ സോലിബിലിറ്റി അങ്ങനെ നടക്കത്തൊന്നുമില്ല. കാരണം പ്രഷർ കൂടിയാലും കുറഞ്ഞാലും സോളിഡിൽ ലിക്വിഡിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സിനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. എന്നാലും നമ്മൾ എഴുതുക പ്രഷർ എന്ന് എഴുതിയിട്ട് it has no effect on solubility of solid in liquid, because both solid and liquid are incompressible. ഗ്യാസ് ആണെങ്കിൽ കംപ്രസിബിൾ ആണ്, കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് മാറും. ഇത് ഇൻകംപ്രസിബിൾ ആണ് എന്നുള്ള കാര്യം ഓർക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 2 ടൈപ്പ് സൊല്യൂഷനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് സോളിഡ് ഇൻ ലിക്വിഡും ഒന്ന് ഗ്യാസ് ഇൻ ലിക്വിഡും. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡാണ്. അവിടെ അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അവിടെയും ഈ പറഞ്ഞ പോലെ 3 ഫാക്ടർ പഠിക്കാനുണ്ട്. അതും നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതാം, സോലിബിലിറ്റി ഓഫ് gas in liquid. സബ് ഹെഡിങ് ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ ഇവിടെ സബ് ഹെഡിങ് എഴുതുന്നതിന് മുമ്പ് ഇവിടുത്തെ സൊല്യൂട്ട് എന്തായിരിക്കും? ഇവിടുത്തെ സൊല്യൂട്ട് ഗ്യാസ് ആയിരിക്കും. ഇവിടുത്തെ സോൾവെന്റ് എന്തായിരിക്കും? ഇവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. അതായത് നമ്മൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക് എല്ലാം
ഇങ്ങനെ ഉണ്ടാക്കിയ സൊല്യൂഷൻസ് ആണ്. അടുത്തത് എന്ത് എഴുതുക? ഹെഡിങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് solubility of gas in liquid. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തേത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അതായത് ഉദാഹരണം പറയാം. ഇപ്പം ഓക്സിജൻ വെള്ളത്തിനകത്ത് അലിയുന്ന ആ ഒരു ഈസ്നെസ്സോടെ ആയിരിക്കത്തില്ല നൈട്രജൻ വെള്ളത്തിനകത്ത് അലിയുന്നത്. അതേ ഒരു എഫക്റ്റിലായിരിക്കില്ല കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് അലിയുന്നത്. അതേ ഒരു എഫക്റ്റിലായിരിക്കത്തില്ല സൾഫർ ഡൈ ഓക്സൈഡ് അലിയുന്നത്. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും സ്വഭാവ സവിശേഷതകൾ മാറുന്നതിനനുസരിച്ച് അത് ഒരു ഫിക്സഡ് സോൾവെന്റിനകത്ത് അലിയുന്നതിൻ്റെ ആ ഒരു അളവിനും തോതിനും അതിൻ്റെ എല്ലാ കൺസെപ്റ്റുകൾക്കും വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡിഫറൻറ്റ് ഗ്യാസസ് dissolves in a particular liquid to a different extent. രണ്ടാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ടെമ്പറേച്ചർ. എങ്ങനെയാണ് ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൂട് കൂടിയാൽ സോലുബിലിറ്റി കുറയും. ഗ്യാസിന്റെ നോർമൽ ഓക്കെ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെമ്പറേച്ചർ എങ്ങനെയാണ് ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലുബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാലോ ഹൈ പ്രഷറിലാണ് നമുക്ക് സോഡ എടുക്കാം. സോഡ എടുക്കുമ്പോഴത്തേക്ക് സോഡ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെള്ളം എടുക്കുന്നു, അതിനകത്ത് ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നിറയ്ക്കുന്നു. അപ്പോൾ ഹൈ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡായിട്ട് മാറും. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? അത് അലിയും. അപ്പം ഈ സോഡയ്ക്കകത്ത് ഹൈ പ്രഷറിലാണ് ആ സാധനം ഇരിക്കുന്നതെന്ന് അർത്ഥം അല്ലേ? അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? വെളിയിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഇതങ്ങ് മാച്ച് ആവും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബബിൾസ് ആയിട്ട് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഹൈ പ്രഷറിലായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനൊക്കെ പോകുമ്പോഴേ ഈ സോഡ കുപ്പിയൊക്കെ എടുത്ത് എറിയുമായിരുന്നു പോലീസുകാർക്ക് നേരെ. അങ്ങ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇപ്പോഴത്തെ പോലും അല്ല, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ സോഡ കുപ്പി എന്തിനാ അറിയുന്നതെന്നറിയോ? ഇതിനകത്ത് ഹൈ പ്രഷറിലല്ലേ. അപ്പോൾ ഈ സാധനം എവിടെയെങ്കിലും വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചില്ല് കുപ്പി എങ്ങോട്ടൊക്കെയാണ് തെറിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രഷറിലാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ടെമ്പറേച്ചറിന് എങ്ങനെയാണ് അതിനകത്ത് ഒരു എഫക്റ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഗ്യാസിന് അതിൻ്റെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, ചാൾസ് ലോ. അതായത് ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ ബലൂൺ പൊട്ടും. അതെങ്ങനെയാണ് പൊട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വോളിയം കൂടും. വോളിയം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗ്യാസിന് ആ ബലൂണിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഒരു സോഡാ കുപ്പി കൊണ്ട് വെയിലത്ത് വെക്കുവാന്ന് വിചാരിച്ചോ. സിമ്പിളായിട്ട് പറയാം, ഇത് എനിക്ക് അനുഭവപ്പെട്ടൊരു സംഭവമാണ്. എൻ്റെ കയ്യിലൊരു മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ സോഡാ കുപ്പി ചൂടത്ത് വെച്ചിട്ട് ഞാൻ പോയി അത് എടുത്തപ്പോൾ അത് പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിലും എൻ്റെ ഈ കണ്ണിൻ്റെ ജസ്റ്റ് താഴെ വന്ന് കയറിയായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ താഴത്തെ പാട് ഒരു 2 വർഷം മുമ്പ് അങ്ങ് പോയി. പക്ഷേ ഈ കയ്യിലെ പാട് ഇതുവരെ മാറിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രഷറാണ്. അതുകൊണ്ടാണ് ആ കുപ്പി പൊട്ടിയിട്ട് കുത്തി കയറിയത്. അത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിലത്തിരിക്കുമായിരുന്നു സംഭവം. വെയിലത്തിരുന്നപ്പോഴത്തേക്ക് എന്തായാലും ചൂട് കൂടി. അതായത് 2 മണിക്ക് എങ്ങാണ്ട് കൊണ്ട് നമുക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നമുക്ക് സോഡ, ഈ പറഞ്ഞ പോലെ തന്നെ ജ്യൂസിൻ്റെ ഒക്കെ പരിപാടികൾ പണ്ടുണ്ടായിരുന്നു. അപ്പം സോഡ അതിനകത്ത് മെയിൻ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇവർ കൊണ്ട് സോഡ ഇറക്കിക്കൊണ്ട് വെയിലത്ത് എങ്ങാണ്ടാണോ വെച്ചത്. ഞാനത് പോയിട്ട് 2 മണിക്ക് വെച്ചാണ്. വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ ഞാൻ പോയി എടുത്തത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ കേസ് ഒന്ന് പൊക്കിയതും അതിനകത്ത് ഒരു സോഡ കുപ്പി പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിലും കണ്ണിൻ്റെ താഴെയൊക്കെ കയറി. അവിടെ നടന്ന പ്രോസസ്സ് ഇതാണ്.
എന്താണെന്നറിയാമോ? ടെമ്പറേച്ചർ കൂടി വെയിലത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം കൂടി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇനി അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്യും? അതിന് രക്ഷപ്പെട്ട് പുറത്ത് പോയേ പറ്റത്തുള്ളൂ, കാരണം അതിൻ്റെ വോളിയം കൂടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ആ പെട്ടി ഇങ്ങനെ പൊക്കിയ സമയത്ത് അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുങ്ങി, അത് എന്ന് അവിടെ എവിടെയും കൊണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ആ കുപ്പിയുടെ അറ്റം ജസ്റ്റ് പൊട്ടി ഇത് ഹൈ പ്രഷറോടെ പുറത്തേക്ക് എന്ത് വന്നു? ആ കാർബൺ ഡൈ ഓക്സൈഡ് രക്ഷപ്പെട്ടു പോയി. അവിടെ സംഭവിച്ചത് എന്താ? ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിനകത്ത് സോല്യൂബിൾ ആയിട്ടുള്ള സാധനം എന്ത് ചെയ്തു? പുറത്തേക്ക് രക്ഷപ്പെടാൻ തുടങ്ങി. അതായത് ടെമ്പറേച്ചർ കൂടിയപ്പോൾ സോല്യൂബിലിറ്റി കുറഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് സോഡ പൊട്ടിത്തെറിച്ചു. ഓക്കെ ആണല്ലോ? അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കിക്കോളൂ. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇഫ് ടെമ്പറേച്ചർ increases solubility decreases. അപ്പം ഓർത്താൽ മതി, നമ്മൾ സോഡാ കുപ്പിയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വെയിലത്ത് കൊണ്ട് വെക്കാനായിട്ട് പാടില്ല. വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂട് കൂടും, കാർബൺ ഡൈ ഓക്സൈഡിന് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്യും? അത് പൊട്ടി പുറത്ത് വരും, സോഡാ കുപ്പി പൊട്ടിത്തെറിക്കും. അപ്പം അത് കുപ്പി, അപ്പം നിങ്ങൾ വിചാരിക്കില്ല അത് ചില്ല് കുപ്പിയല്ലേ, എങ്ങനെ പൊട്ടിത്തെറിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. കാരണം അത്രയും പ്രഷറിലാണ് അതിനകത്ത് ഗ്യാസ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? എവിടെയെങ്കിലും ഒന്ന് അറ്റം ജസ്റ്റ് ആ കുപ്പി ഒന്ന് കൊണ്ടുകഴിഞ്ഞാൽ, അടി കൊണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി, ആ അടപ്പ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് നമുക്കറിയത്തില്ല. എൻ്റെ ഈ കയ്യിൽ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ട് വന്നിങ്ങനെ കുത്തി നിൽക്കുമായിരുന്നു. അപ്പോൾ അത്രയും പ്രഷറിലാണ് അത് കയറിയ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചേക്കണം. ഒരു പീസ് വന്ന് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കയറി നിൽക്കുമായിരുന്നു. അത്രയും പ്രഷറാണ്, മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് ഒരു കത്തിയൊക്കെ നമ്മുടെ കയ്യിലോട്ട് കുത്തി കയറ്റുമ്പോൾ കത്തി ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ആ സോഡ കുപ്പിയുടെ അത് നമ്മുടെ കയ്യിൽ കയറി നിന്നത്. അപ്പോൾ അത്രയും പ്രഷറാന്നുള്ള കാര്യം ആലോചിക്കുക. അത് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനിയും ഒരു കാര്യം കൂടെ നമുക്ക്, ഒരു ഫാക്ടർ കൂടെ അവിടെ പറയാനുണ്ട്. ഇവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നേച്ചർ ഓഫ് സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തേത് പ്രഷറാണ്. അപ്പം പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷറിൻ്റെ കൺസെപ്റ്റ് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. എങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? വാട്ടർ എടുത്തിട്ട് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഹൈ പ്രഷറിൽ നിറയ്ക്കും. ഹൈ പ്രഷറിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. എന്നിട്ട് അതിനകത്ത് നിറയ്ക്കുമ്പോൾ അത് ഡിസോൾവ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രഷർ കുറയും. അപ്പം പ്രഷർ ഹൈ പ്രഷറിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് ലിക്വിഡായിട്ട് ഡിസോൾവ് ആയിട്ടിരിക്കത്തുള്ളൂ. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് രക്ഷപ്പെടാൻ തുടങ്ങും, ബബിൾസ് രീതിയിൽ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഇത് ഹെൻറീസ് ലോ എന്ന് പറയുന്നൊരു ലോ വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ്? ഈ പ്രഷർ ഡിപ്പെൻഡൻസ് ഓഫ് എന്താണ്? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ്റെ കൺസെപ്റ്റ് പറയാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെ എഴുതാം: എഫക്റ്റ് ഓഫ് pressure can be better explained with the help of Henry's law. എന്നിട്ട് ഹെൻറി ലോയും കൂടെ എഴുതാം. ഹെൻറീസ് ലോ എന്ന് ഒരു ഹെഡിങ് കൊടുക്കാം ഇതിൻ്റെ താഴോട്ട്. ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്ന് ഹെഡിങ് കൊടുക്കാം. ഹെൻറീസ് ലോ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദ solubility of gas in a liquid at a given temperature is directly proportional to the pressure of the gas. Mathematically നമുക്ക് ഇങ്ങനെ എഴുതാം.
നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ഗ്യാസ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? സോലുബിലിറ്റി കൂടണമെങ്കിൽ പ്രഷർ കൂടിയാൽ മതി, ശരിയല്ലേ? ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് സോലുബിൾ ആവുമെന്നാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് സോലുബിലിറ്റിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് സിമ്പലോ കാര്യങ്ങളോ ഒന്നുമില്ല. സോലുബിലിറ്റിനെ എന്തായിട്ടാണ് എടുക്കുന്നത്? കോൺസെൻട്രേഷൻ ആയിട്ട് സങ്കല്പിക്കണമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു. സോലുബിലിറ്റി തന്നെയാണ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ തന്നെയാണ് സോലുബിലിറ്റി. കോൺസെൻട്രേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി അല്ലെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ കോൺസെൻട്രേഷൻ ടേം കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി, അതേപോലെ തന്നെ എന്താ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, അതേപോലെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് അല്ല. അതിൽ നമ്മൾ എടുക്കുന്നത്, അതായത് ഈ ഹെൻറി ലോ പറയാൻ എടുക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് പറഞ്ഞാൽ, കൈ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ തന്നെയാണ്, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സോലുബിലിറ്റി തന്നെയാണ്. അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് കൈ കൂടും. കൈ കൂടും എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ എണ്ണം കൂടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ എണ്ണം കൂടും എന്ന് പറഞ്ഞാൽ എന്താ? ആ സൊല്യൂട്ടിൻ്റെ സോലുബിലിറ്റി കൂടുമെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമെന്ന് അർത്ഥം. എല്ലാം ഒരേപോലെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ ചാപ്റ്റർ മനസ്സിലാക്കേണ്ടത് സോലുബിലിറ്റി തന്നെയാണ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ തന്നെയാണ് സോലുബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിൽ പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ മാത്തമാറ്റിക്കലി പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് എഴുതാം. കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്, മോൾ ഫ്രാക്ഷൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ടേം ആണ്, സോലുബിലിറ്റി ആണ്. ഇവിടെ ടെക്നിക്കലി സ്പീക്കിംഗ് ഇവിടെ എന്താണ്? പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി തന്നെയാണ് പറയുന്നത്. സോലുബിലിറ്റിനെ കോൺസെൻട്രേഷൻ്റെ ടേമിൽ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ അവിടെ നിന്ന് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കെ എച്ച് ഇൻറ്റു കൈമായി. ഈ കെ എച്ചിനെ പറയുന്ന പേര് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്നാണ്. അപ്പം വേർ കെ എച്ച് വേർ കെ എച്ച് ഈസ് നോൺ ആസ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഹെൻറീസ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് കെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ ബാർ ആണ്. അത് ഒരു പ്രാവശ്യം ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നോട്ടിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. യൂണിറ്റ് ഓഫ് കെ എച്ച് എന്ന് പറയുന്നത് കിലോ ബാർ ആണ്. കിലോ ബാർ ഈസ് കിലോ ബാർ. ഓക്കെ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എഴുതിക്കോ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹെൻറീസ് ലോ. എല്ലാവരും ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്കറിയാം പിയുടെ ഇക്വേഷൻ കെ എച്ച് കൈ എന്നാണ്. അതിനെ ഞാൻ +0 എന്ന് ഇടുകയാണ്, കുഴപ്പമില്ലോ. എന്നിട്ട് നമ്മൾ y ഈസിക്കൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ, അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ് y ഈസിക്കൽ ടു എം എക്സ് പ്ലസ് സി. അതുമായിട്ട് നമുക്ക് ഈ ഹെൻറീസ് ലോയുടെ ഇക്വേഷനെ കമ്പയർ ചെയ്യുകയാണ്. അപ്പം ഈ y കിടക്കുന്നിടത്ത് ഇത് പി ആണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ പി വരയ്ക്കുക. അതേപോലെ തന്നെ എക്സ് കിടക്കുന്നിടത്ത് കൈ ആയതുകൊണ്ട് എക്സ് ആക്സിസിൽ എന്ത് വരയ്ക്കുക? കൈനെ വരയ്ക്കുക. ഇനി എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചരിവ് എന്ന് പറയുമ്പോൾ കെ എച്ച് ആണ്. അപ്പം ഇവിടുത്തെ ചരിവ് എന്ന് പറയുന്നത് സ്ലോപ്പ് കെ എച്ച് ആണ്. കെ എച്ച് ഒരു പോസിറ്റീവ് അല്ലേ? എം സ്ലോപ്പ് പോസിറ്റീവ് ആണ് ഇരിക്കുന്നത്. പോസിറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഗ്രാഫ് 4 രീതി വരാം. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് മുകളിലോട്ട്, ഇവിടെ എം പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് താഴോട്ട്, ഇവിടെ എമ്മിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സ്ലോപ്പ് 0 ആണെങ്കിൽ തന്നെ ഇങ്ങനെയായിരിക്കും, എം 0. അതേപോലെ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണെങ്കിൽ എം ഇൻഫിനിറ്റി ആണെങ്കിൽ ഗ്രാഫ് മുകളിലോട്ട്. ഇങ്ങനെ 4 ടൈപ്പ് ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇവിടെ എം കിടക്കുന്നിടത്ത് കെ എച്ച് ആണ് കിടക്കുന്നത്. കെ എച്ച് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ
സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഇനിയും ഈ സി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓർത്തോണം, വൈ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. അതേപോലെ എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അതേപോലെ തന്നെ സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ഇൻ്റർസെപ്റ്റ് അതായത് ലൈൻ കട്ടിങ് ലൈൻ കട്ടിങ് വൈ ആക്സിസ്. ലൈൻ കട്ടിങ് വൈ ആക്സിസ്. വൈ ആക്സിസിനെ നമ്മുടെ ഗ്രാഫ് വൈ ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ, ഈ ഗ്രാഫ് വൈ ആക്സിസിനെ ഇവിടെ കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ഇവിടത്തെ സംബന്ധിച്ച് സി കിടക്കുന്നത് 0 ആണ്. അതിനർത്ഥം ഇവിടെ വൈ ആക്സിസിൽ ഗ്രാഫ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, പകരം ഒറിജിനിൽ നിന്ന് ഗ്രാഫ് മുകളിലോട്ടാണെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ ഗ്രാഫ് വരുന്നത്. ഇതിൻ്റെ സ്ലോപ്പാണ് നമുക്ക് എന്തെന്ന് വരുന്നത്, കെ എച്ച് എന്ന് പറഞ്ഞത്. അത് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഗ്രാഫ് മുകളിലോട്ട് വന്നത്. ഗ്രാഫൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടെ, ഒരു സെക്കൻഡ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമേ.